ഇന്ന് നമ്മൾ സിൽക്ക് സാരിയിൽ ഫാബ്രിക് ടാസൽസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ഇതിപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് ഇതേപോലെ ഒരു പർപ്പിൾ കളറായിരുന്നു. അപ്പം അതേ ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ തന്നെയാണ് ഞാൻ ഈ ടാസൽസ് ഉണ്ടാക്കുന്നത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഞാനിങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 4ആയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന തുണിയിൽ നിന്ന് എനിക്ക് 22 റൗണ്ടാണ് കിട്ടിയത്. ഉണ്ടായിരുന്നതൊക്കെ മാക്സിമം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ടാസൽസ് എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ സാരിയുടെ ടാസലിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 2 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി കട്ട് ചെയ്തെടുത്ത റൗണ്ടൊക്കെ ഞാനിങ്ങനെ തീയിൽ കാണിച്ച് ചെറുതായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ത്രെഡുകൾ പുറത്തേക്ക് വരത്തില്ല. ഇവിടെ സാരിയുടെ പല്ലു ഞാൻ 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാനൊരു ബീഡ് ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ടാസൽസ് ഫിറ്റ് ചെയ്യുന്നത്. ഈ ടാസൽസ് നല്ല വൈഡായിട്ട് ഇങ്ങനെ കുറച്ച് വലിപ്പത്തിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെ നടുക്കൊരു ഫോൾഡിങ് പിന്നെ ഒരു സിംഗിൾ ഫോൾഡിങ് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ സെൻറ്ററിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം 3 ഫോൾഡ് ചെയ്ത് ഇതിനൊന്ന് വലിപ്പം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോ ടാസലും ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കെട്ടിട്ടിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂഷനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഓരോ ടാസൽസിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും അവസാനവും ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാരിയുടെ പല്ല് ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ടാസൽസ് ചെയ്തതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് ഞാൻ ഈ ഒരു ഫോൾഡിങ്ങിന് ഉള്ളിലൂടെ സൂചി ഇൻസേർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ആ ത്രെഡ് പുറത്തേക്ക് കാണത്തില്ല, കെട്ടുകളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇപ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചേക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങി നിൽക്കും. അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്താൽ മതി.